നമ്മള് ഇതുപോലെ ഇങ്ങനത്തെ ഇപ്പം ജ്യോതിഷപരമായിട്ടൊക്കെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ജ്യോതിഷം എന്ന് അതിനെ വിളിക്കാൻ പറ്റുമോന്ന് അറിയില്ല. അതായത് ചില സ്റ്റോൺസ് യൂസ് ചെയ്താല് നമുക്ക് ഭയങ്കര വെൽത്ത് വരും. അല്ലെങ്കില് ഒരു പർട്ടിക്കുലർ സാധനം വീടിന്റെ ഇന്ന ദിശയിലേക്ക് വെച്ചാല് നമുക്ക് നമ്മള് അബണ്ടൻസ് വരും. ഉം. ഇങ്ങനെയൊക്കെ കുറേ ഏഹ്, ഉണ്ടല്ലോ. ഇങ്ങനെ കുറേ കോൺസെപ്റ്റുകളും അതിൽ തന്നെ വിശ്വസിക്കുന്ന നമ്മളിപ്പോൾ ഒരു വീടൊക്കെ പണിയുമ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ അടുക്കള സ്ഥലത്തേക്ക് നിൽക്കണം, ഇങ്ങനെയൊക്കെ കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഒരു എനർജി ബേസ്ഡ് ആയിട്ടുള്ളതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ശരിക്കും ഇതിന്റെ ഒരു റിയാലിറ്റി എന്താ? ഒരു കല്ലിനെല്ലാം മാറ്റാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ത് എളുപ്പമായിരുന്നു. ഇപ്പോൾ ചില ആൾക്കാർ ഇതിലേക്ക് ഒരു അടിസ്ഥാനവും മറ്റൊരു ഫിയർ ഉണ്ട്. മനുഷ്യനെ ഏറ്റവും കൂടുതൽ പേടിയുള്ളതും മനുഷ്യനെ ഏറ്റവും കൂടുതൽ പേടിക്കുന്നതും പണത്തിനെയാണ്. ഒരു സൈഡിൽ കൂടി ചിന്തിക്കുമ്പോൾ ഉം, പൈസ ഉണ്ടാക്കുന്നത് ഒരു വലിയ തെറ്റായിട്ട് അപ്പോഴും പലരും കാണുന്നത് ഉം. അല്ലേ. പിന്നെ പിന്നെ പണം ഉണ്ടാക്കാൻ പാടില്ല, ആ അങ്ങനെ പറയാം. അതായത് അധികം പൈസ ഉണ്ടാക്കിയ മോശം പ്രശ്നം. രീതിക്കാണ് അത് ആ, ഉണ്ടായത്, അത് അല്ലെങ്കിൽ തന്നെ. തെറ്റ് ചെയ്താലേ എന്നോടൊക്കെ എത്ര അങ്ങനെ. ആൾക്കാർ പറയാം, വന്നിട്ടൊക്കെ പറയും എനിക്ക് ഇവിടെ ഗൾഫിൽ ജോലി കിട്ടി. അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെയാ സെറ്റിൽ ആവുമോ, നല്ല രീതി. പൈസയെക്കുറിച്ച് ചിന്തിക്കരുത്, ആ, പൈസ അധികം വരാൻ പാടില്ല. ആ. അയാൾക്ക് ജന്മത്തിൽ പൈസ വരില്ല, അത് മാനിഫെസ്റ്റേഷൻ അല്ല, അയാൾക്ക് പേടിയാണ്, പണത്തിനോട് ഭയമാണ്. ഫിയറാണ്. അപ്പം ഈ ഫിയറാണ് നമ്മൾ കല്ലിട്ടാൽ മാറും. ഈ കല്ലിട്ടത് കൊണ്ട് എനിക്ക് നല്ല രീതിയിൽ പൈസ വരുന്നുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് വർക്കാവും കാര്യങ്ങൾ. അതായത് അത് ഇടുന്ന സമയത്ത് നമ്മൾ നമ്മളെ വിശ്വസിപ്പിക്കുകയാണോ ഞാനിത് ചെയ്തു, ആ, അപ്പൊ ഇനി എനിക്ക് പൈസ വരാൻ ഇത് പക്ഷേ പോവാണ്. എല്ലാവർക്കും വർക്കാവുന്നുണ്ടോ? അതറിയില്ല. ഇല്ല. ആഹാ. എല്ലാവർക്കും ഇത് വർക്കാവുന്നില്ല. പ്രത്യേകിച്ച് ഇത് വിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഉം, പണ്ട് നമുക്ക് റോഡ് സൈഡിലൊക്കെ പഞ്ചലോഹ മോതിരം വിൽക്കുന്ന കണ്ടിട്ടില്ലേ? ഉം. ഇതിട്ടാൽ ഐശ്വര്യം വരും എന്നൊക്കെ പറഞ്ഞാൽ അയാൾക്കത് വാങ്ങിയിട്ടാൽ പോരെ, അയാളത് കസ്റ്റമർ ചെയ്ത് നടക്കണ്ടല്ലോ. 100 രൂപയ്ക്ക് പഞ്ചമോതിരം അല്ലേ, പണ്ടൊക്കെ അതായിരുന്നു. ഇപ്പോഴാണ് സ്റ്റോൺ വന്നത്. അത് ശരി. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത്, ഞാനൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ മാമൊക്കെ കണ്ടിട്ടുണ്ടാവും, നമ്മൾ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് ആ, ആ, പായൊക്കെ ആ, വിരിച്ചിട്ട് ആ, കുറേ ആ. മോതിരമൊക്കെ വെച്ചിട്ട് വിൽക്കുന്ന. ഇത് മൈക്കിലൊക്കെ വിളിച്ചു പറയാനൊക്കെ, അതെ അന്ന് അതെ നമുക്ക് അതെ. സോഷ്യൽ മീഡിയ ഒന്നും ആ, ഇല്ലല്ലോ. ആ. അപ്പോൾ ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ ഐശ്വര്യം വരും. അപ്പം അങ്ങനെയാണ് അയാൾക്ക് അതൊന്നും എടുത്തിട്ടാൽ പോരെ, അയാൾ ഈ വെയിലും കൊണ്ട് അവിടെ ഇരിക്കണ്ടല്ലോ. അപ്പം അതേപോലെ ഈ സ്റ്റോണും കച്ചവടം ചെയ്യുക, അല്ലെങ്കിൽ ഇത് പറയുന്ന ആൾക്കാർക്ക് ആ സ്റ്റോൺ ഒരെണ്ണം വാങ്ങിയിട്ടാൽ പോരെ. ആരെങ്കിലും നമുക്ക് പൈസ കിട്ടുന്ന ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കുമോ, സീക്രട്ടാക്കി വെക്കുക എന്നല്ലാണ്ട്? ഇല്ല, ഇത് വളരെ സിമ്പിൾ ലോജിക്കല്ലേ. ആ. വേറൊരാൾ നന്നാവുന്ന നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് എല്ലാവരും. പക്ഷെ വാസ്തു അതും വേണ്ടല്ലേ? വാസ്തുവിൻ്റെ കാര്യം ഇതേപോലെ തന്നെ നമുക്ക് 4 കാര്യങ്ങൾ ചോദിക്കാം. ഇപ്പം കന്നിമൂല എന്ന് പറയുന്നത് എൻ്റെ കന്നിമൂല മറ്റൊരാളുടെ ഈശാനകോണായിരിക്കും. ഈശ്വരഗുണം വെച്ചാൽ മോശം. അല്ലല്ല, ഏ? നല്ലത്. നമ്മൾ നല്ലത്. ഇപ്പം ആ, കിഴക്ക് കന്നിമൂലം നല്ലതല്ലേ? അല്ല. കന്നിമൂല ഇത് നിർതി സ്ഥാനമായിട്ടല്ലേ കാണുന്നത്. ഓ, നിർതി അസുരൻ്റെ ആ വാസ്തുപുരുഷൻ അത് കിടക്കുന്ന ശരി. സമയത്ത് അതിൻ്റെ ബാക്ക് സൈഡായിട്ടൊക്കെയാണ് കാണുന്നത്. ഓക്കെ ഓക്കെ. അപ്പം ഈ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ കന്നിമൂലയിലെ കക്കൂസ് അല്ലെങ്കിൽ ടോയ്ലറ്റ് പാടുള്ളൂ. അതിന് കാരണം എന്താ? എന്താ? നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഈ കന്നിമൂലയിൽ പാടില്ല, ആ. അഗ്നികോണിലേ പാടുള്ളൂ. ഈശാന്യം പിന്നെ ഈശ്വരൻ്റെ ഭയങ്കര ഇതായതുകൊണ്ട് അവിടെ നമ്മൾ വെക്കില്ല. കാരണം തമിഴ്നാട്ടിൽ രണ്ടും കടൽ കിടക്കുന്ന 2 രീതിയിലല്ലേ, ഒന്ന് കിഴക്കും ഒന്ന് പടിഞ്ഞാറുമാണ്. അപ്പം കേരളത്തിൽ പടിഞ്ഞാറ് ഭാഗത്തായതുകൊണ്ട് അവിടുന്ന് വിൻഡിൻ്റെ കാറ്റിൻ്റെ ഫ്ലോ ഇങ്ങോട്ടായതുകൊണ്ടാണ് അവിടെ വേണ്ട. കാരണം ഈശാന കോണിലാണ് എന്തുണ്ടാവുക, അടുക്കള ഉണ്ടാവുക. ഉം, ഇപ്പം പണ്ടത്തെ ഒരു സെറ്റപ്പിൽ ഇത് പറഞ്ഞു വെച്ചതാണ്. ഉം. അപ്പോൾ അവിടെ നിന്നുള്ള കാറ്റിൻ്റെ ഫ്ലോ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിലേക്ക് വരും എന്നൊക്കെ ഉള്ള ഒരു ധാരണയിലാണ് ഇത് വേണ്ടാന്ന് പറഞ്ഞത്. ഓ, ഇപ്പോൾ അതായത് ഫ്ലാറ്റ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യത്തിനാണ് ഇത് ആണ് വേണ്ടെന്ന് പറഞ്ഞത്. പറഞ്ഞത്. പക്ഷേ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ വാസ്തുമണ്ഡലം എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. നമ്മളൊരു സ്ക്വയർ എടുത്തിട്ടാണ് അതിനെയാണ് ഒരു വാസ്തുപുരുഷൻ കിടക്കുന്നതായിട്ട് കണ്ടിട്ട് അതിൻ്റെ ഓരോ പാർട്ടിൽ ഇന്ന അങ്ങനെയാണ് ഇത് പറയുക. ഉം. ഫ്ലാറ്റിന് എവിടെ നമ്മൾ വാസ്തുമണ്ഡലം എടുക്കുക? ഓരോ ബിൽഡിങ്ങിലും ഓരോ രീതിയിലായിരിക്കില്ലേ. അതെ. ഇപ്പം അത് അന്നത്തെ കാലത്ത് പറഞ്ഞൊരു സംഭവമാണ്. ആ. അതിപ്പം നമ്മൾ അങ്ങനെ പറയുന്നുണ്ടെന്നേ ഉള്ളൂ.